ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഒരുപാട് ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ടല്ലേ. ഇനി നമുക്ക് എക്സാമിന് കൃത്യം 1 മാസം കൂടിയേ ഉള്ളൂ. മിസ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും, മിസ് പറ്റിച്ചല്ലേ എന്ന് ഒരുപാട് കമന്റുകൾ കണ്ടു. ആക്ച്വലി ഞാൻ ഓഫ്ലൈൻ ക്യാമ്പസുകളിലൂടെയും കുറച്ച് പനിയും ക്ഷീണവും ഒക്കെ ആയിട്ട് റെസ്റ്റിലും പിന്നെ ഓട്ടോ ആയിരുന്നു, അതുകൊണ്ടാണ് വരാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എന്നെ കണ്ടില്ലെങ്കിലും ആ മെത്തേഡിൽ നിങ്ങൾ പഠിച്ചു കൊള്ളണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. മക്കളെ, ഇനി നമുക്ക് റിവിഷൻ ടൈമാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബുക്ക് എടുത്തു വെച്ചിട്ട് സിലബസ്, ഇപ്പോഴും ഞാൻ പറയുന്നു, സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ എന്താണോ പഠിച്ചത് അവയെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുക. നമ്മുടെ ഫോണിൽ നമ്മൾ പഠിക്കുന്ന വസ്തുതകളെ റെക്കോർഡ് ചെയ്തു വെച്ച് വീണ്ടും അത് ആവർത്തിച്ച് കേൾക്കാനായി ശ്രമിക്കുക. കാരണം ഇനിയുള്ള ഒരു സമയം നമുക്ക് ഒരു ബുക്ക് തുറന്നു വെച്ച് വായിച്ച് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്ത് വെച്ച് അത് കേൾക്കുക. പാത്രം കഴുകുന്ന സമയത്തോ, കുഞ്ഞിനെ ഉറക്കുന്ന സമയത്തോ, നമ്മൾ എന്തെങ്കിലും അടുക്കളയിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഇത് കേട്ടുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ 1 വർഷമായി നമ്മൾ കാത്തിരുന്ന നമ്മളുടെ പരീക്ഷയാണ് വന്നെത്തിയത്. ഒരു കാരണവശാലും മെന്റലി പേടി കൊണ്ടുള്ള ഒരു ഡിപ്രഷൻ നിങ്ങളിലേക്ക് വരരുത്. മിസ് പേടിയാണ്, പേടി കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഡിപ്രഷൻ ഉണ്ടാവും. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മളെ കോൺഫ്ലിക്റ്റിലേക്ക്, സംഘർഷാവസ്ഥയിലേക്ക് നയിക്കും. ഇങ്ങനെ സംഘർഷങ്ങൾ ഒരുപാട് മനസ്സിലുള്ളപ്പോൾ നമ്മൾ പഠിച്ച സംഗതികളെ ഒന്നും ഓർത്തിരിക്കത്തില്ല. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്താണ്? നമുക്കറിയാം ഇനി 1 മന്തേ ഉള്ളൂ. എന്റെ മുമ്പിലുള്ള വിഷയങ്ങൾ ഇന്നതൊക്കെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും പ്രാധാന്യം പറയുന്നു, മാത്സിന് പ്രാധാന്യം കൊടുക്കുക, സയൻസ് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, 2 ലാംഗ്വേജിനും പ്രാധാന്യം കൊടുക്കുക. GK വേണ്ടെന്നല്ല, പഠിക്കണം, പക്ഷെ ഒരുപാട് ടൈം എടുത്ത് നിങ്ങൾ പഠിക്കാനായി നിൽക്കരുത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടുന്ന സമയങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പം ഇനിയിപ്പം മക്കളുടെ കൂടെ ഹോംവർക്ക് ചെയ്യാനും അവരെ പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് സമയം വേണം. ആ അവരുടെ കൂടെ ചെലവഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കൂടിയുള്ള സമയം കണ്ടെത്തുക. അവരോടൊപ്പം തന്നെ നമ്മൾക്ക് കൂടിയുള്ള സമയം കണ്ടെത്തുക. നമ്മൾക്ക് വേണ്ടിയുള്ള ഒരു ആത്മചോദനം നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവണം, ഇല്ലേ? ഡാനിയൽ ഗോൾമാൻ പറയുന്ന ആത്മചോദനം നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവണം. ആൽപോട്ട് പറയുന്ന ആത്മവിപുലീകരണം നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവണം. അത് മറ്റൊരാളോ നമ്മുടെ പരിസ്ഥിതിയോ നമ്മുടെ സമൂഹമോ കൊണ്ടെത്തിക്കുന്നതല്ല, പകരം നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. അതിന് നമ്മൾ എന്താണ് ശ്രമിക്കേണ്ടത്? നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ പഠിച്ച വസ്തുതകളെ ഓർത്തെടുക്കാനും റീകോൾ ചെയ്യാനുമുള്ള അവസരമാണിത്. ഒരിക്കലും ഈ സമയത്തിന് നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. ഇനി നമുക്ക് വാട്സപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ സിനിമകളും നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കും ഒക്കെ ഇനി എക്സാം വരേക്കും വേണ്ട. ഇനിയുള്ള സമയങ്ങളിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എഫേർട്ട് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ചോദ്യാവലി. നമുക്കറിയാം, അധ്യാപക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചോദ്യാവലി എത്രമാത്രം ചോദ്യങ്ങൾ ചെയ്യുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് കാര്യക്ഷമമായിരിക്കും നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളെ ഇട്ടേച്ചു പോയതല്ല, ഞാൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ലൈവുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ ആ വിദ്യാഭ്യാസ മനഃശാസ്ത്രമൊക്കെ ഊട്ടിയുറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളെ ഞാൻ എക്സാം ഹോളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. അതൊരിക്കലും നിങ്ങൾ അതിനകത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല. തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് തന്നെ വരും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പഠിക്കാനുള്ള സിലബസ്, പഠിക്കാനുള്ള വിഷയങ്ങള്, റീകോള്, മാക്സിമം ചോദ്യാവലികൾ, ഇതൊക്കെ ചെയ്ത് തന്നെ പഠിക്കുക. പ്രാർത്ഥിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക, മീൻസ് ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെ ചെയ്യുക. നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട്. കാരണം 1 വർഷത്തെ നമ്മുടെ കാത്തിരിപ്പാണ് ഇനി 1 മാസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റു പനിയോ അസുഖങ്ങളോ ഒന്നും വരുത്താതെ ശ്രദ്ധിക്കുക. ഈശ്വരനിൽ വിശ്വസിക്കുക. നന്നായി പഠിച്ച് മുന്നോട്ട് പോകുക. ഈ വരാൻ പോകുന്ന ജൂലൈ 6 ജൂലൈ 20 ഇല്ലേ, 2 ദിവസം കഴിഞ്ഞാൽ LP UP കഴിഞ്ഞു, ഞാൻ ഫ്രീ ആയി. ഇനി എന്താണ് വേണ്ടത്? എന്നാൽ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോയിൻ ചെയ്തങ്ങ് പഠിച്ചേക്കാം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ കാഴ്ചപ്പാട്, അല്ലെ? ഞാൻ പറയുന്നത് ഇതാണ്. വരാൻ പോകുന്ന LP UP എക്സാം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബുക്കെല്ലാം അടക്കി വെച്ച് നമ്മൾ അങ്ങ് ഫ്രീ ആകുവാണ്. ഒന്ന് ഫ്രീ ആയി 1 വർഷത്തിന് ശേഷം മക്കളെ ഒരിക്കലും നിർത്തരുത് നമ്മുടെ പഠനം. പഠനം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളൊരു ഡെഫിനിഷൻ ആയിട്ട് തന്നെ പഠിക്കുന്നതാണ്. ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, അനുസ്യൂത പ്രക്രിയയാണ്, അല്ലെ?
ഒരു കാരണവശാലും PSC ബുക്കുകളെ അടച്ചു വെച്ച് ആ ഒരു മേഖല വിട്ടുമാറി നിൽക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായും അടുത്ത ബാച്ച് ചെയ്തോ അല്ലെ അടുത്ത കോഴ്സ് ചെയ്തോ, അടുത്തത് എന്താണ് ഞാൻ പഠിക്കേണ്ടത്, നമ്മൾ ഇറങ്ങി ഇനി ഗവൺമെന്റ് ജോലി മേടിച്ചേ മുന്നോട്ട് പോകാവുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ മറ്റൊന്നുമല്ല, തീർച്ചയായും ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് തന്നെ വരും നമ്മുടെ ചാനലിലൂടെ. അതിനോടുകൂടിയായി ഞാനൊരു കാര്യം പറയുകയാണ്. വരുന്ന ജൂൺ 10-ാം തീയതി നമ്മുടെ സൈലം PSCയുടെ പാലാരിവട്ടം ഓഫ്ലൈൻ ക്യാമ്പസിൽ നിങ്ങൾക്ക് വേണ്ടി ജനറൽ PSCയുടെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും ഒരു കോഴ്സ് ആരംഭിക്കുകയാണ്. ഓഫ്ലൈൻ കോഴ്സാണ് ആരംഭിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എറണാകുളം പാലാരിവട്ടം ഓഫീസിൽ തീർച്ചയായും നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാം, അല്ലെങ്കിൽ തീർച്ചയായും വന്നന്വേഷിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിലൂടെ ഒരു കണ്ടിന്യൂസ് ലേണിങ്ങിനുള്ള ഒരു സാധ്യതയും കൂടെയാണ് ഞാൻ അങ്ങ് പറഞ്ഞത്. ഓക്കെ, അപ്പം വരാൻ പോകുന്ന LPUP എക്സാം ആണ് നമ്മുടെ മെയിൻ അറ്റൻഷൻ കൊടുക്കേണ്ട ഏരിയ. നന്നായി പഠിക്കുക. ഒരാഴ്ച കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ലൈവുമായിട്ട് വരാം. ലൈവിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ആ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിനെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ തീർച്ചയായും വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇനി മുന്നിൽ കാണാം. താങ്ക് യു സോ മച്ച്.